ഡോക്ടറെ, ഈ ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ എനിക്ക് തന്നെ ഗ്യാസിൻ്റെ ഒരുപാട് ഇടങ്ങേറും കാര്യങ്ങളും ഉണ്ടാവും, നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ ജീരകം തിന്നുക, അതേപോലെ തന്നെ ഇഞ്ചിച്ചാറ് കുടിക്കുക, ഇങ്ങനെയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ കൂടി ഇന്ന് ഈ ഒരു ഗ്യാസ് എന്ന് പറഞ്ഞ് സ്വയം ചികിത്സിച്ചുകൊണ്ട് ഒരാൾക്ക് നെഞ്ചുവേദന എന്തെങ്കിലും ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംഗതികൾ ചെയ്ത് ഡോക്ടറിൻ്റെ പോവാതെ അത് പിന്നീട് അറ്റാക്കായിട്ട് മരണപ്പെട്ട ആൾക്കാർ വരെ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അവരോട് ഡോക്ടർക്ക് പറയാനുള്ളത് എന്താണ്? ഗ്യാസ് എന്നുള്ളതും നെഞ്ചരിച്ചിൽ എന്ന് പറയുന്നതും അതുപോലെ തന്നെ അറ്റാക്ക് എന്നൊക്കെ പറയുന്നത് സിംറ്റംസ് വൈസ് ഒക്കെ സിമിലർ ആയിട്ടുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഹോം റെമഡീസ് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ ഒരുപാട് കാലം അത് വെച്ചുകൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ട് അതിന് വേണ്ട പ്രോപ്പറായി ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ കുറച്ചു കാലം ഒന്ന് മെഡിസിൻ എടുക്കേണ്ടി വരികയുള്ളൂ. ബാക്കി നമുക്ക് ജീവിതശൈലിയും കൂടെ മാറ്റി കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു അറ്റാക്ക്, മൊയിനൊക്കെ പറഞ്ഞ പോലെ അറ്റാക്കിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏജ് ഒരു ഫാക്ടറാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു 30 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ അറ്റാക്ക് കാണുന്നുണ്ട്. പക്ഷെ അതിൽ കാണുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും നെഞ്ചുവേദന ഉണ്ടാവും. ആ നെഞ്ചുവേദന ലെഫ്റ്റ് സൈഡിലോട്ട് റേഡിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാവും. അതുപോലെ തന്നെ കൈകൾക്കൊക്കെ തരിപ്പ് കാര്യങ്ങൾ, തലയുടെ ഇടതുഭാഗത്തൊക്കെ ആയിട്ട് തരിപ്പ് കാര്യങ്ങളൊക്കെ വരാം. ഇങ്ങനെ നമുക്ക് ചെറുതായിട്ട് അതിനെ വേർതിരിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പക്ഷെ ഗ്യാസിന്റെ വേദനയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല, നെഞ്ച് ഇരിച്ചിലായിരിക്കും. സെൻട്രൽ പോർഷനിൽ ഒരുമാതിരി ബേണിംഗ് കൈൻഡ് ഓഫ് പെയിന് കാര്യങ്ങൾ, ഏമ്പക്കം കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ നമുക്കതിനെ ചെറുതായിട്ടൊന്ന് വേർതിരിച്ച് മനസ്സിലാക്കിയെടുക്കാം. പക്ഷെ ഇതെല്ലാം വെച്ച് നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് ഇതന്നെയാണ് എന്നുള്ള സ്വയം നമ്മൾ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് ഇത് നോക്കുമ്പോൾ ഏറ്റവും നല്ലത്. അപ്പൊ ഡോക്ടറെ, ഈ ഗ്യാസ് ആസിഡിറ്റി ഇത് തമ്മിലുള്ള ഡിഫറൻറ്റ് എന്താണ്? ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, എയർ ആണ്. നമ്മളെ വയറിൽ എത്തിപ്പെടുന്ന എയർ അല്ലെങ്കിൽ വയറിൽ ഉണ്ടാവുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന പല വാതകങ്ങളുമാണ് ഗ്യാസ് എന്നുള്ള രീതിയിൽ മാറുന്നത്. എന്നാൽ അസിഡിറ്റി എന്ന് പറയുന്നത് വയറിൽ ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ ആണ്. അത് ഹൈപ്പോ അസിഡിറ്റി എന്നുള്ള കണ്ടീഷനുണ്ട്, ഹൈപ്പർ അസിഡിറ്റി എന്ന് പറയുന്ന കണ്ടീഷനുണ്ട്. ഇപ്പൊ ഗ്യാസ് എന്ന് പറയുമ്പോൾ നമുക്ക് വയറിൽ എത്തുന്നത് ചിലപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന എയർ പോവും, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പോകുന്ന എയർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പല ഭക്ഷണങ്ങളും പ്രോപ്പറായിട്ട് ദഹിക്കാത്തതിന്റെ ഭാഗമായിട്ടൊക്കെ എയർ വരും. ഇതാണ് പലപ്പോഴും ഗ്യാസ് എന്നുള്ള രീതിയിലോട്ട് മാറാറുള്ളത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കീഴ്വായു പോകുന്നതും അതുപോലെ തന്നെ ഏമ്പക്കം ആയിട്ട് വരുന്നതും, ഇപ്പൊ കീഴ്വായുവിനൊക്കെ ഈ ഒഫെൻസീവ് ആയിട്ടൊരു സ്മെല്ല് നമുക്ക് തോന്നാറുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഭക്ഷണത്തിൽ കഴിക്കുന്ന സൾഫർ കണ്ടന്റ് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, ഉള്ളിയിലൊക്കെ സൾഫർ കൂടുതലാണ്. ഇതും ഈ സൾഫറും നമ്മളെ വയറിൽ ഉണ്ടാവുന്ന ഹൈഡ്രജൻ H2 എന്ന് പറയുന്നതും കൂടെ കൂടിയിട്ട് H2S എന്ന് പറയുന്ന ഒരു ഗ്യാസ് ആയിട്ട് പുറത്തു പോകും. അതിന് പൊതുവെ ഈ ഒരു ചീഞ്ഞ മുട്ടേന്റെ ഒക്കെ സ്മെല്ലാണ്. അങ്ങനെ പല പല വാതകങ്ങളും നമ്മളെ വയറിൽ ഉണ്ടാവണം. ഇതാണ് പൊതുവെ ജനറലി ഗ്യാസ് എന്നുള്ള രീതിയിൽ ആൾക്കാർ പറയുന്നത്. ഇത് ചിലർക്ക് വയറ് കെട്ടിക്കിടക്കുന്ന രീതിയിൽ ഉണ്ടാവും. അതാണ് ഈ വയറ് വീർത്തിരിക്കുന്ന അവസ്ഥ. ചിലർക്ക് അത് കീഴ്വായുവായിട്ട് പോവും, ചിലർക്ക് ഏമ്പക്കമായിട്ട് അത് പോവുകയും ചെയ്യും. പിന്നെ അസിഡിറ്റി എന്ന് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഹൈപ്പോ അസിഡിറ്റി ഉണ്ട്, ഹൈപ്പർ അസിഡിറ്റി ഉണ്ട്. ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മളെ pH ലെവല് കുറവാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഉൽപാദനം വയറിൽ കുറയും. ഹൈപ്പർ അസിഡിറ്റി എന്ന് പറയുമ്പോൾ അത് കൂടുതലായിട്ട് വരും. അപ്പോൾ അവർക്കാണ് കൂടുതൽ ഈ പുളിച്ചു തട്ടി വരിക, എരിച്ചിലൊക്കെ കൂടുതൽ ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ അപ്പോഴാണ് ഉണ്ടാവാറുള്ളത്. അപ്പൊ ഡോക്ടറെ, ഈ ഏമ്പക്കം, കീഴ്വായു ഇതൊക്കെ ഒരു നല്ല ആരോഗ്യത്തിന്റെ ലക്ഷണമാണോ? ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ കീഴ്വായു ഒക്കെ പോകുന്നത് നല്ല ആരോഗ്യത്തിന്റെ ലക്ഷണമാണ്. കാരണം അവിടെ ഡൈജഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ. ഈ പോവാതെ കെട്ടിക്കിടക്കുന്നതാണ് ആക്ച്വലി വയറ് വീർക്കുന്ന കണ്ടീഷനൊക്കെ വരുമ്പോഴാണ് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അത് പൊതുവെ സിറ്റിംഗ് ജോബ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണ് അത് കൂടുതലായിട്ട്. സിറ്റിംഗ് ജോബ് എന്ന് പറയുമ്പോൾ ഇപ്പം IT പ്രൊഫഷൻ, അക്കൗണ്ടിങ്, അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഡോക്ടേഴ്സും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇരുത്താണ് അവർക്ക് വരുന്നത്. ഇവിടെയുള്ള മസിൽസിനൊന്നും മൂവ്മെന്റ് ഒന്നും നടക്കുന്നില്ല. അപ്പൊ അത് അവിടെ കെട്ടിക്കിടക്കാൻ തുടങ്ങും. അപ്പൊ അത് പോവാത്തൊരു കണ്ടീഷൻ ഉണ്ടാവും. അപ്പൊ അത് ഒരു അൺഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോ ഒരു നോർമലി പറഞ്ഞ ഒരു 5 മുതൽ 6, 7 തവണയൊക്കെ കീഴ്വായുമായിട്ട് പോകുന്നതും അതുപോലെ ഏമ്പക്കമായിട്ട് വരുന്നതും വലിയ കുഴപ്പമില്ലാത്ത കാര്യമാണ്, ഹെൽത്തി ആയിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ ഇതിൽ കൂടുമ്പോഴും ഇത് കെട്ടിക്കിടക്കുമ്പോഴൊക്കെയാണ് ഇത് അൺഹെൽത്തി ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് മാറുന്നത്. ഈ ഉറക്കക്കുറവ് മൂലം ഗ്യാസ് വരും എന്ന് പറയുന്നുണ്ടല്ലോ, അത് എന്താണ്?
ആക്ച്വലി ഉറക്കക്കുറവ് ഗ്യാസും തമ്മിൽ എങ്ങനെയാ ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുമ്പോൾ വയറും ബ്രെയിനും തമ്മിൽ വളരെ വലിയൊരു കണക്ഷൻ ഉണ്ട്. അത് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കും ഇങ്ങനെ വയറും ബ്രെയിനും രണ്ട് സ്ഥലത്തല്ലേ എങ്ങനെ ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതും പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് പല സിഗ്നൽസും അതുപോലെ തന്നെ നമ്മളെ നെർവ്സ് കാര്യങ്ങളൊക്കെ പലതും കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കുമ്പോൾ വാഗസ് നെർവിൻ്റെ ഒരു കണക്ഷൻ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മളെ വയറിൽ ഉണ്ടാക്കുന്ന സെറോട്ടോണിൻ എന്ന് പറയുന്ന കണ്ടന്റിൻ്റെ ഒരു പ്രവർത്തനം. ഇത് രണ്ടുമാണ് പലപ്പോഴും ഉറക്കക്കുറവ്, ടെൻഷൻ, ആങ്സൈറ്റി, പലപ്പോഴും ടെൻഷനൊക്കെ ഉണ്ടാവുന്ന ആൾക്കാർക്ക് ഗ്യാസിന്റെ ബുദ്ധിമുട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ഉറക്കക്കുറവുള്ള ആൾക്കാർക്ക് ഗ്യാസിന്റെ പ്രശ്നം വരാറുണ്ട്. അപ്പോൾ അതായത് വയറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ജനറലി പറയുമ്പോൾ അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിന്റെ ഉള്ളിലൊക്കെ ചെറിയ ഇപ്പൊ വായയുടെ ഉൾഭാഗം നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ മിനിമിനിസമായിട്ടുള്ള ലൈനിങ്ങുകളാണ്. ഈ ലൈനിങ്ങുകളിൽ ഉണ്ടാക്കുന്ന ഒരു രാസവസ്തുവാണ് ഈ സെറോട്ടോണിൻ എന്ന് പറയുന്ന കണ്ടന്റ്. ഈ കണ്ടന്റ് ആണ് നമ്മുടെ ബ്രെയിനിൽ ചെന്ന് നമ്മളെ ഈ കാര്യങ്ങൾക്കൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പൊ ഇതിന്റെ പലപ്പോഴും ഉൽപാദനത്തിൽ ഉണ്ടാവുന്ന കുറവ്, അതുപോലെ തന്നെ പലപ്പോഴും അൾസറൊക്കെ ആയിട്ട് മാറുന്ന സമയത്ത് ആ ഭാഗത്തുള്ള സെല്ലുകളൊക്കെ നശിക്കും. അപ്പോഴൊന്നും ഇതിന്റെ ഉൽപാദനം കാര്യമായിട്ട് നടക്കുന്നില്ല. ഇത്തരത്തിൽ ഉണ്ടാവുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ പ്രവർത്തനങ്ങൾ കൺഫ്യൂഷൻ വരും. അപ്പോഴാണ് ഈ ഉറക്കത്തിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും ആങ്സൈറ്റി ഇഷ്യൂസും വരുന്നത്. അതുപോലെ തന്നെയാണ് ഈ വാഗസ് നെർവിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതേപോലെ തന്നെ ബ്രെയിനിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതും ഇതേപോലെ ആങ്സൈറ്റി അതുപോലെ തന്നെ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഡോക്ടറെ, പൊതുവെ ഈ സാധാരണക്കാർ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്, എൻ്റെ മുതുകത്ത് കൂട്ട ഗ്യാസ് ഇങ്ങനെ കേടി ഇത് കൂട്ടങ്ങോട്ട് ഉരുണ്ട് വന്നു, പിന്നെ അതേപോലെ തന്നെ കുറച്ച് പ്രായമായിട്ടുള്ളവരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാസ് കയറിയിട്ട് ഇവിടെ കൊളുത്തി പിടിച്ചിരിക്കണം, ഒന്നും ഒഴിഞ്ഞുകൊണ്ടാ ഇങ്ങനെ തടവി കഴിഞ്ഞാൽ മാറുന്നൊക്കെ പറയുന്നത്. എന്താണ് അതെന്താണ് ആക്ച്വലി? അത് ഗ്യാസ് ഇങ്ങനെ ഓടിക്കളിക്കണതാണ്, എന്താണ് അത് സംഭവം? അതേപോലെ തന്നെയാണ് ചിലർ പറയാറുണ്ട് ഗ്യാസ് ഉരുണ്ട് തലേക്ക് കയറുന്നത്. അത് സംഭവം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വാഗസ് നെർവിന്റെ സംഭവമാണ് ഇതിലും വരുന്നത്. അതായത് ഉരുണ്ട് കയറുന്നത് ശരിക്കും ഗ്യാസ് അല്ല, നമ്മുടെ വാഗസ് നെർവിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ഈ അവിടെ ഇവിടെയും വേദനകളായിട്ട് കാണിക്കുന്നതാണ്. അപ്പോ ഇമ്പൾസ് കറക്റ്റായിട്ട്, അതായത് കറക്റ്റായിട്ട് നമ്മുടെ നാഡിയിൽ കൂടെ ബ്രെയിനിക്ക് സിഗ്നൽ എത്താത്തത് കൊണ്ട് ബ്രെയിനിന് കൺഫ്യൂഷൻ വരും. ഇതാണോ അതല്ലേ എന്നുള്ളത് കൺഫ്യൂഷൻ വരും. അതായത് വാഗസ് നെർവിൽ നിന്ന് ഉണ്ടാക്കുന്ന ഇമ്പൾസ് കറക്റ്റ് ആവാത്തത് കൊണ്ട് സിഗ്നൽസ് പ്രോപ്പർ ആയിട്ട് ബ്രെയിനിൽ എത്തുന്നില്ല. അപ്പൊ അതിലുണ്ടാക്കുന്ന കൺഫ്യൂഷൻ ആണ് പലപ്പോഴും ഇതിന് കാരണമാക്കുന്നത്. അപ്പൊ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, അങ്ങനെ ഒഴിഞ്ഞൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറത്തൊക്കെ ഒന്ന് തടവി കഴിഞ്ഞാല് ആ ബ്രെയിൻ വിചാരിക്കും ഓക്കെ ഇത് അതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് ഗ്യാസ് ആയിട്ട് പുറത്തു വരുന്നത്. അതാണ് സംഭവം. അല്ലേ ഉരുണ്ട് കയറി അങ്ങനെ തലക്ക് അടിച്ചു കയറി ഗ്യാസ് എന്നൊക്കെ പറയുന്ന കേൾക്കാല്ലേ, അത് എന്താ ഈ സംഭവം എന്ന് ഒരുപാട് കാലത്തെ സംശയമായിരുന്നു. അപ്പൊ ചങ്ങന്മാരെ, ഇത് നമ്മുടെ ഡോക്ടർ ശ്രേയ, മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട്ടിലെ ഡോക്ടർ ബാസിൽ ഹോമിയോ ക്ലിനിക്കിലെ സീനിയർ കൺസൾട്ടൻ്റ് ആണ് നമ്മുടെ ശ്രേയ ഡോക്ടർ. ശ്രേയ ഡോക്ടർ ഇപ്പോൾ ഗ്യാസിനെ കുറിച്ച് വളരെ വിശദമായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയാനുള്ളത് എന്താ വെച്ചാൽ, എന്നോടെന്ന പോലെ നിങ്ങളോടും പറയണേ, എനിക്ക് ഗ്യാസും അതേപോലെ തന്നെ അസിഡിറ്റിയും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള മനുഷ്യനാണ്. അപ്പോൾ ഇതെന്താ അറിയോ, നമുക്ക് ഈ കോമൺ ആയിട്ട് ചെറുതായിട്ടുള്ള ഗ്യാസ് ഉരുണ്ടുകയറ്റം ഇതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇന്നതാണെന്ന് മനസ്സിലാക്കാം. പക്ഷെ നമുക്ക് ഇതൊരു വേദനയായിട്ട് വരുന്ന സമയത്ത് അത് ഗ്യാസ് ആണെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കാതെ ഉടനടി നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടറിന്റെ പോയിട്ട് നിങ്ങൾ ചികിത്സിക്കുക. നിങ്ങൾ സ്വയം ഡോക്ടർ ആയിക്കൊണ്ട് അത് ഗ്യാസ് ആണെന്ന് പറഞ്ഞ് കുറച്ച് ജീരകം വയലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പണി കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എന്താ പറയുക, മാക്സിമം ഈ ഇൻഫർമേഷൻ എല്ലാവരിലേക്കും എത്തിക്കുക. അപ്പോൾ അടുത്ത ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ ബൈ.